കൃഷി മാസ്റ്ററിൻ്റെ പുതിയൊരു ലേഖനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പല സുഹൃത്തുക്കളും കമൻറ്റിലൂടെയും ഫോൺ ചെയ്തുമൊക്കെ ചോദിക്കാറുള്ള ഒരു കാര്യമാണ് ചെടികളിൽ, പ്രത്യേകിച്ച് പയർ ചെടികളിൽ കാണാറുള്ള ഉറുമ്പുകളെ ഓടിക്കാനായിട്ട് ജൈവ രീതിയിൽ തയ്യാറാക്കാൻ പറ്റുന്ന കീടനാശിനിയെ പറ്റി ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പല സുഹൃത്തുക്കളും ആവശ്യപ്പെടാറുണ്ട്. ആദ്യം തന്നെ നമ്മളൊരു കാര്യം മനസ്സിലാക്കാനുള്ളത്, നല്ല ആരോഗ്യമുള്ള ചെടികളിലൊന്നും ഉറുമ്പുകളെ നമ്മൾ കാണാറേ ഇല്ല. നിങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. അപ്പോൾ ചെടികളിൽ ഉറുമ്പുകൾ വരുന്നതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ചെടികളിൽ കറുത്ത കടുകുമണി പോലെ കാണുന്ന മുഞ്ഞകളാണ്. മുഞ്ഞകൾ ഉൽപ്പാദിപ്പിക്കുന്ന തേൻ പോലെയുള്ള ദ്രാവകം കുടിക്കാനാണ് ഉറുമ്പുകൾ കൂട്ടം കൂട്ടമായി എത്തുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് മുഞ്ഞകളെ ഓടിപ്പിക്കുക എന്നതാണ്. മുഞ്ഞകളെ ഇല്ലാതാക്കിയാൽ തന്നെ ഉറുമ്പുകൾ താനേ പോയിക്കൊള്ളും. ഉറുമ്പുകൾ കൂട്ടം കൂട്ടമായി വരുന്ന പയർ ചെടികളിലെല്ലാം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കടുകുമണി പോലെ പറ്റിപ്പിടിച്ചിരിക്കുന്ന മുഞ്ഞകളെ നമുക്ക് കാണാൻ കഴിയും. മുഞ്ഞകളെ ഇല്ലാതാക്കാൻ വീട്ടിൽ തന്നെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന 100% ഫലപ്രദമായ 2 ജൈവ കീടനാശിനികളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. അതിലാദ്യത്തേത് മുഞ്ഞക്കെതിരെ കർഷകർ ഏറ്റവും കൂടുതലായി ഉപയോഗിക്കുന്ന രീതിയാണ്. ഞാനിവിടെ തയ്യാറാക്കുന്നത് 1 ലിറ്റർ വെള്ളത്തിലേക്കുള്ള മിശ്രിതമാണ്. ഇതിലേക്ക് പ്രധാനമായും വേണ്ടത് വേപ്പെണ്ണയാണ്. വേപ്പെണ്ണ 1 ലിറ്റർ വെള്ളത്തിലേക്ക് 20 ml അളവിൽ എടുത്താൽ മതി. അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും 20 ഗ്രാം അളവിൽ കണക്കാക്കി എടുത്താൽ മതി. പിന്നെ വേണ്ടത് ബാർ സോപ്പാണ്. ബാർ സോപ്പ് ഏകദേശം ഒരു 5 ഗ്രാമാണ് നമുക്ക് വേണ്ടത്. ഇപ്പോൾ ചേരുവകളൊക്കെ റെഡി ആയി കഴിഞ്ഞു. ഈ 3 ചേരുവകളും നമ്മുടെ വീടുകളിൽ സാധാരണ ഉണ്ടാവാറുള്ളതാണ്. ഇനി നമുക്ക് മിശ്രിതം തയ്യാറാക്കാം. ആദ്യം തന്നെ 1 ലിറ്റർ അളവിൽ മാറ്റി വെച്ച വെള്ളത്തിൽ നിന്നും കുറച്ച് മറ്റൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതിലേക്ക് 5 ഗ്രാം ബാർ സോപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. 5 ഗ്രാം അളവിൽ ചുരണ്ടി എടുത്താൽ മതി. ബാർ സോപ്പിന് പകരം ഡിഷ് വാഷോ ലിക്വിഡ് സോപ്പോ ഏതായാലും കുഴപ്പമില്ല. നാം തയ്യാറാക്കി അടിക്കുന്ന കീടനാശിനി ഇലകളിൽ പറ്റിപ്പിടിക്കാനുള്ള ഒരു പശപ്പശപ്പിന് വേണ്ടിയാണ് സോപ്പ് ചേർക്കുന്നത്. ഇനി സോപ്പ് നന്നായി ഒന്ന് ലയിപ്പിച്ചെടുക്കണം. സോപ്പ് വെള്ളത്തിൽ അലിഞ്ഞതിന് ശേഷം വേപ്പെണ്ണ ചേർത്ത് കൊടുക്കാം. വേപ്പെണ്ണ 20 മില്ലി അളന്നെടുത്ത് സോപ്പ് കലക്കിയ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് വേപ്പെണ്ണ മിക്കവാറും എല്ലാ കീടനാശിനി വിൽക്കുന്ന കടകളിൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. നിങ്ങൾക്ക് ഒരു ചെറിയ അടുക്കളത്തോട്ടം ഉണ്ടെങ്കിൽ വേപ്പെണ്ണ, സ്യൂഡോമോണസ്, ബിവേറിയ പോലെയുള്ള കീടനാശിനികൾ നാം കരുതി വെക്കേണ്ടത് അത്യാവശ്യമാണ്. ഇനി മൂന്നാമതായി ചേർക്കേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. ചെറിയ 2 സ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്താൽ മതി. എല്ലാം കൂടി നല്ലപോലെ മിക്സാക്കി എടുക്കണം. അതിനുശേഷം ഇതൊന്ന് അരിച്ചെടുക്കുകയാണ് വേണ്ടത്. അരിച്ചെടുത്തില്ലെങ്കിൽ മഞ്ഞൾപ്പൊടിയുടെ കലങ്ങാത്ത തരികളൊക്കെ സ്പ്രെയറിൽ കുടുങ്ങി കേട് വന്നു പോകാൻ സാധ്യതയുണ്ട്. പഴയ ചായ അരിപ്പുണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് അരിച്ചെടുത്താൽ മതി. ഇനി ഒരു സ്പ്രേ ബോട്ടിലെടുത്ത് അതിലേക്ക് ഒഴിച്ച് ഉറുമ്പുകളുടെ ശല്യമുള്ള പയർ ചെടിയിലും മുളക് ചെടിയിലും അതുപോലെ മറ്റെല്ലാ ചെടികളിലും, ചെടിയുടെ ഇലകളിലും തണ്ടിലും ഇലയുടെ അടിവശത്തും ഒക്കെ ആവുന്ന പോലെ ഇത് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. ആഴ്ചയിൽ ഒരിക്കൽ വൈകുന്നേര സമയങ്ങളിൽ സ്പ്രേ ചെയ്താൽ മുഞ്ഞകളെ പൂർണ്ണമായി നമുക്ക് ഇല്ലാതാക്കാൻ പറ്റും. മുഞ്ഞകൾ ഇല്ലാതായാൽ പിന്നെ ഉറുമ്പുകളും അപ്രത്യക്ഷമാകുമെന്നത് തീർച്ചയാണ്. ഇനി സിമ്പിളായ രണ്ടാമതൊരു രീതി കൂടി പറയാം. ഇതും നമുക്ക് വീട്ടിൽ തയ്യാറാക്കാവുന്നതാണ്. അതിന് വേണ്ടത് വെളുത്തുള്ളിയും കാന്താരി മുളകുമാണ്. ഇത് തയ്യാറാക്കാൻ 50 ഗ്രാം വെളുത്തുള്ളിയും 50 ഗ്രാം കാന്താരി മുളകുമാണ് നമുക്ക് വേണ്ടത്. ഇനി ഇത് തയ്യാറാക്കുന്ന വിധം പറയാം. 50 ഗ്രാം കാന്താരിയും 50 ഗ്രാം വെളുത്തുള്ളിയും കുറച്ച് വെള്ളം ചേർത്ത് മിക്സിയിലിട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കണം. അതിനുശേഷം ഇതൊന്ന് അരിച്ചെടുത്ത ശേഷം അതിലേക്ക് 10 ഇരട്ടി വെള്ളം ചേർത്ത് നേർപ്പിച്ചെടുക്കണം. വെള്ളം ചേർത്ത് നേർപ്പിക്കാതെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ ഇലകൾ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതിനാൽ വെള്ളം ചേർത്ത് നേർപ്പിച്ച ശേഷം ഇലകളുടെ മുകളിലും താഴെയും പയറിൻ്റെ വള്ളികളിലുമൊക്കെ മുഞ്ഞ പറ്റിപ്പിടിച്ചിരിപ്പുള്ള എല്ലാ ഏരിയയിലും അവിടെയൊക്കെ നല്ല പോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഏത് കീടനാശിനി തളിക്കുകയാണെങ്കിലും അത് ജൈവ രീതിയിലായാലും ഏത് കീടനാശിനി തളിക്കുകയാണെങ്കിലും വൈകുന്നേരങ്ങളിൽ മാത്രം സ്പ്രേ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ചെടികൾ നനയ്ക്കുമ്പോൾ ചെറിയ ഫോഴ്സോടുകൂടി നനച്ചു കൊടുത്താൽ ഇലകളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന മുഞ്ഞകളെല്ലാം അപ്രത്യക്ഷമാകും. ഇതുകൂടാതെ മറ്റൊന്ന് ചെയ്യാനുള്ളത്, ഉറുമ്പുകൾ കയറുന്ന ചെടികളുടെ തടത്തിന് ചുറ്റും അല്പം മഞ്ഞൾപ്പൊടി വിതറുന്നതും വളരെ ഫലപ്രദമാണ്.
വൈകുന്നേര സമയങ്ങളിൽ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ യാതൊരു ചിലവുമില്ലാത്ത പൂർണ്ണമായും ജൈവ രീതിയിൽ ഉറുമ്പുകളെയും മുഞ്ഞകളെയും ഓടിക്കാൻ ഈസിയായ ഈ വഴികൾ നിങ്ങളും ഒന്ന് പരീക്ഷിച്ച് നോക്കൂ. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെന്ന് കരുതട്ടെ. നിങ്ങൾ യൂട്യൂബിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും അതല്ല ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഫോളോ ചെയ്തും സഹകരിക്കുമല്ലോ. ഇനി മറ്റൊരു കൃഷി ടിപ്സുമായി വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.